നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കഴിഞ്ഞ മീൻപിടുത്ത വീഡിയോയിൽ നമുക്കൊരു മീനെ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മത്സ്യബന്ധന ബോട്ട് കപ്പലിന് ലക്ഷ്യമായിട്ട് വന്നത്. 25 പേരടങ്ങിയ ഒരു സംഘമാണ് അതിലുള്ളത്. ഇപ്പോൾ മുൻവശത്ത് ഒരാൾ നിൽപ്പുണ്ട്. അദ്ദേഹമാണ് ഏത് ദിശയിൽ പോകണമെന്നും എത്ര വേഗത്തിൽ പോകണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതനുസരിച്ച് പുറകിലുള്ള ആൾ ആ ബോട്ടിനെ തിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പയ്യെ വലയൊക്കെ ഇട്ട് വരികയാണ്. അപ്പോൾ വല ഇടുന്നതിനനുസരിച്ച് നിശ്ചിത ദൂരത്തിൽ ഓരോ ആൾക്കാർ വലയുടെ കൂടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുമുണ്ട്. അപ്പം അങ്ങനെ പയ്യെ പയ്യെ അവർ കപ്പലിൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ ഒരാൾ മുൻവശത്തൂടെ നീന്തി തുടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അയാളാണ് വഴികാട്ടിയെന്ന് തോന്നും. അങ്ങനെ വലയിട്ട് വന്ന് അവർ കപ്പലിൻ്റെ അടിയിലേക്ക് നുഴഞ്ഞു കയറി. അപ്പം അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കപ്പലിൻ്റെ മുൻവശവും പുറകുവശവും ഒക്കെ കുറച്ചിങ്ങനെ ഉയർന്നാണ് നിൽക്കുന്നത്. ആ ഒരു ഗ്യാപ്പിലൂടെ ആ ഒരു അരികെ ചേർന്നാണ് അവർ വലയിട്ട് പോകുന്നത്. പണ്ട് തോട്ടിലൊക്കെ മീൻ പിടിക്കാനായിട്ട് നമ്മൾ തോർത്ത് വെച്ച് വീശുന്ന സമയത്ത് ഒരു അരികെ ചേർന്നാണ് നമ്മൾ വീശിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഓർമ്മയൊക്കെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് കടലാണ്, തോടല്ല. അങ്ങനെ അവർ വലയിട്ടിട്ട് പോവുകയാണ്. നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം ഓരോരുത്തർ വലയുടെ കൂടെ എടുത്തെടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ ചാടുന്നതിന് മുമ്പായിട്ട് ഒരു കണ്ണാടിയൊക്കെ ധരിച്ചിട്ടാണ് ആ ഉപ്പുവെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത്. അവസാനം അവർ തുടങ്ങിയ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ആ ഒരു വലിയൊരു ഏരിയ ഫുള്ള് വല വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലെ മീനുകളെ എല്ലാം പിടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ പകുതിയിൽ കൂടുതൽ ആൾക്കാർ ബോട്ടിൽ നിൽപ്പുണ്ട്. കാരണം ഈ ഒരു വല കൈവച്ച് വേണം വലിച്ച് കയറ്റാൻ. ചെറിയ ബോട്ടിൽ വേറെ പ്രത്യേകിച്ച് വലിച്ച് കയറ്റാനുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പം ആദ്യം ചാടിയ ആൾക്കാരൊക്കെ ആ വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ തന്നെ ആയിട്ട് പൊന്തിക്കിടപ്പുണ്ട്. അങ്ങനെ പയ്യെ അവർ വല വലിച്ച് കയറ്റാനായിട്ട് ആരംഭിച്ചു. കപ്പൽ ജീവിതം തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ഇങ്ങനത്തെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ വലയുടെ കുറേ ഭാഗങ്ങൾ കപ്പലിൻ്റെ അടിയിലൂടെയാണ് പാസ് ചെയ്ത് പോയിരിക്കുന്നത്. വലിയൊരു ഏരിയയിലെ മീനെ മുഴുവൻ അവർ പിടിച്ചുകൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പയ്യെ പയ്യെ അവർ വല വലിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഒരു നീന്തൽ കുളത്തിൽ നീന്തി കുളിക്കുന്ന ലാഘവത്തോടെയാണ് ആ ഉപ്പുവെള്ളത്തിൽ ഈ വെള്ളത്തിൽ ചാടിയ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തുന്നത്. വല വലിച്ചു കയറ്റാൻ കുറച്ച് സമയമെടുക്കും. ഇത്രയും വലിയ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ പയ്യെ പയ്യെ അവർ വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഈ മീനെയൊക്കെ പിടിക്കുന്നതെന്ന്. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ പൈസ കൊടുത്ത് മീനെ മേടിക്കുന്നു, കഴിക്കുന്നു. ഇതിൻ്റെ പുറകിൽ ഇത്ര കഷ്ടപ്പാടുകളുണ്ടെന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതവരുടെ നിത്യത്തൊഴിൽ അഭ്യാസമാണ്. എന്നിരുന്നാൽ കൂടി നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട്. വല അവർ വലിച്ചുകൊണ്ടേയിരുന്നു. അപ്പം മിക്കവരുടെ കയ്യിലും ഓക്സിജൻ സിലിണ്ടർ ഇല്ല. എന്നിരുന്നാൽ പോലും ചിലരുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ കാണാൻ സാധിച്ചു. അത് കാലിയായപ്പോഴത്തേക്കും അത് ബോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് കൈമാറുന്നുണ്ട്. അപ്പോൾ വലയുടെ ആ ഒരു വിസ്തൃതി കുറയുന്നതനുസരിച്ചിട്ട് ആൾക്കാർ ആവശ്യമില്ലാത്തവരൊക്കെ തിരിച്ച് ബോട്ടിലോട്ട് തിരിച്ച് കയറുന്നുമുണ്ട്. കാരണം ഈ വല വലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് മനസ്സിലായി. അവരൊരേ താളത്തിൽ ഒരേ രീതിയിൽ അങ്ങ് വലിച്ച് ബോട്ടിലേക്ക് കയറ്റുകയാണ്. ഒത്തിരി മീനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തലേദിവസം ഞാൻ ഇട്ട് വെച്ചിരുന്ന ആ ഒരു ഹുക്കൊക്കെ ഞാൻ പയ്യെ എടുത്ത് പൊക്കി മാറ്റി. കാരണം ആ ചൂണ്ടക്കമ്പിങ്ങാനും ഈ വെള്ളത്തിലൂടെ നീന്തുന്ന ആൾക്കാരുടെ മേത്ത് ഉടക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇന്നത്തെ കാലാവസ്ഥ അത്യാവശ്യം ശാന്തമായിരുന്നു. അപ്പം മീനുകളെയൊക്കെ കണ്ട് അവർ നോട്ടം ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മറ്റ് പല കപ്പലുകളും സൈഡിൽ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കൂടുതൽ മീനുകൾ ഞങ്ങളുടെ ഈ കിടക്കുന്ന കപ്പലിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കാം കപ്പലിൻ്റെ അടിവശത്ത് കൂടെയൊക്കെ പോയി വല ഇട്ട് മീനെ പിടിക്കുന്നത്. അങ്ങനെ പയ്യെ പയ്യെ അവരുടെ ആ വല വലിക്കുന്നത് തുറന്നുകൊണ്ടേയിരുന്നു. അപ്പം ആദ്യം കണ്ട ആ വലിയൊരു ഏരിയ വല വലിക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പം കപ്പലിൻ്റെ അടിവശത്തേക്ക് പോയിരിക്കുന്ന ആ വലയൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരിടത്തും കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട് 2-3 പേര് കപ്പലിൻ്റെ അടിയിലോട്ട് നീന്തി പോകുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ പ്രൊപ്പല്ലറിലൊന്നും തന്നെ ഉടക്കിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി ആ ഒരു വല ക്ലിയർ ചെയ്ത് അവർ പുറത്തെത്തിച്ചു. ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള തിരയൊക്കെ അടിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്ന ഈ നമ്മുടെ മീൻപിടുത്ത ചേട്ടന്മാരെ കണ്ടപ്പം ആദരവ് തോന്നി. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ കൈ നനയാതെ മീനെ പിടിക്കാൻ നോക്കുമ്പം അവർ വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിലൊക്കെ ചാടി അങ്ങനെയാണ് അവർ മീൻ പിടിക്കുന്നത്. അങ്ങനെ വലിച്ച് അവർ ഇട്ട വലയൊക്കെ കഴിയാറായി. അപ്പോൾ വലിക്കുന്നതനുസരിച്ച് ചെറിയ മീനുകളൊക്കെ ആ വലയിലൊക്കെ കുടുങ്ങുന്നതനുസരിച്ച് അവരത് തട്ടി വലയുടെ മധ്യഭാഗത്തേക്ക് ചാടിക്കുന്നുണ്ട്. കാരണം ആ വലയൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്.
അങ്ങനെ അത്യാവശ്യം ആൾക്കാരെല്ലാം തന്നെ കയറിയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വെള്ളത്തിൽ കിടപ്പുള്ളൂ. അങ്ങനെ അവസാനത്തെ 2 പേര് മാത്രം ബാക്കിയായി. അവസാനം വല പൊങ്ങുന്നതനുസരിച്ച് അഹങ്കരിച്ച് നടന്ന അയലയെല്ലാം തന്നെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വലിച്ച് ആ ഒരു വള്ളത്തിലേക്ക് കയറ്റുവാണ്. അങ്ങനെ അവസാനത്തെ വെള്ളത്തിൽ കിടന്ന ആളും കൂടെ കയറി. അങ്ങനെ അവരെല്ലാം മീനെല്ലാം വലിച്ച് വള്ളത്തിലേക്ക് കയറ്റുകയാണ്. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയതിൻ്റെ അത്രയും ഫലം അവർക്ക് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ ചെറുതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ മീനുകളെയൊക്കെ അവർ സുരക്ഷിതമായിട്ട് വലയിൽ നിന്ന് വള്ളത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയെന്നാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്നാൽ അവരൊരു റൗണ്ടൊക്കെ അടിച്ചതിന് ശേഷം കുറച്ച് സ്ഥലം മാറി വീണ്ടും ഇതുപോലെ തന്നെ വലയിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ 3 പ്രാവശ്യത്തോളം വലയിട്ട് വലിച്ചു കയറ്റി മീനൊക്കെ ആയിട്ട് അവർ തിരിച്ച് അവരുടെ ആ ഒരു മീൻ മാർക്കറ്റിലേക്ക് പോയി. അവർ കുറേ മീനെ പിടിച്ചെങ്കിൽ പോലും വലയിൽ വീഴാത്ത കുറേ മീനുകൾ ഇപ്പോഴും കപ്പലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മത്സ്യബന്ധന തൊഴിലാളികൾ ചേട്ടന്മാരായിരുന്നു പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്തത്. ഇപ്പം മീൻപിടുത്ത ചേട്ടന്മാർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.